ഇത് ഏറ്റവും പുതിയ സർവേകൾ, ഒരു 3 സർവേകൾ, ആ സർവേകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശകലനവും അതിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സർവേകളുമാണ് പുറത്തു വരുന്നത്. ഇവിടെ ഒരു വലിയ നീക്കം, ഒരു വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാകുമെന്ന് ഈ സർവേ ഫലങ്ങൾ പറയുന്നു. തൃശ്ശൂരിന് പുറമെ 3 മണ്ഡലങ്ങളിൽ കൂടി, ആ 3 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സർവേ ഫലം വന്നിരിക്കുന്നത്. സമീപകാലത്ത് നടന്ന ഈ 3 സർവേകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 1 മുതൽ 3 സീറ്റ് വരെയും ഇല്ലെങ്കിൽ 1 മുതൽ 4 സീറ്റ് വരെയും നേടുമെന്ന് ചില സർവേകൾ പറയുമ്പോൾ 1 സീറ്റ് ഉറപ്പായി ലഭിക്കുമെന്നും അവസാനം വന്ന സർവേയിലും പറയുന്നു. ഏതായാലും BJPയുടെ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ എല്ലാ സർവേകളും ഒരുപോലെ തന്നെയാണ് പറയുന്നത്. BJPക്ക് 19% വോട്ട് ലഭിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് പറയുന്നത്. 19% വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 20-22 നിയമസഭകളിലേക്ക് ജയിച്ചു കയറാം എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് 19% വോട്ട് ഷെയറിലേക്ക് BJP കുതിച്ചുയരുന്നത്. കോൺഗ്രസ് 37% വോട്ട് നേടുമ്പോൾ CPM 26% വോട്ടിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ ലീഗ് 6% വോട്ട് നേടുന്നു. CPMൻ്റെ ഘടകകക്ഷികളടക്കം 12% വോട്ടിലേക്കും നീങ്ങുകയാണ്. ഏതായാലും സമീപകാലത്തെ ഇന്ത്യ TVയും CNXും നടത്തിയ സർവേ അനുസരിച്ച് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും ആറ്റിങ്ങിൽ V മുരളീധരനും മുന്നേറുന്നു എന്ന് തന്നെയാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അതായത് ഈ സർവേ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ അടുത്ത കാലം വരെ നിരന്തരം ശ്രമിച്ചിട്ടും വിജയം കാണാതെ പോയ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു മനോഭാവം ജനങ്ങളുടെ മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സർവേ അടിവരവിട്ട് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ 1 സീറ്റിൽ ഒതുങ്ങിപ്പോയ ഇടതുപക്ഷത്തിന് ഇത്തവണ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നുകൂടി അവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.